നമസ്കാരം, ഞാൻ ദേവദാപിയെ. ഇന്ന് 2024 ജൂൺ 19, മലയാള മാസം മിഥുനം 7. എല്ലാവർക്കും ഒളശ ഗവൺമെന്റ് LPS വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ദേശീയ വായനാ ദിനം. ഒളശ ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന വായനാ ദിന കാഴ്ചകളിലേക്ക് സ്വാഗതം. ഒളശയിൽ നിന്നും നമ്മുടെ പ്രതിനിധി പാർവതി S നമ്മോടൊപ്പം ചേരുന്നു. പാർവതി, ഇപ്പോൾ എന്തെല്ലാം വായനാദിന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർത്ത, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒളശ ഗവൺമെന്റ് LPSന്റെ തിരുമുറ്റത്താണ്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി വിവിധങ്ങളായ വായനാ ദിന പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും കാണണ്ടേ? അറിയാമോ? എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? വായനാ ദിനമാണ്. വായനാ ദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ PN പണിക്കർ എന്ന് പറയുന്ന ഈ മഹാനായ ഒരു മനുഷ്യന്റെ ജന്മദിനമാണ് വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കൂടി ഇതിനായിട്ട് നമ്മൾ ഈ ഒരു വായനാ ദിനത്തിന് വേണ്ടി നമ്മളിന്ന് ഒരു ദിവസം കൂടെ മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത് പുസ്തകക്കാലം എന്ന പരിപാടിയാണ്. അതോടുകൂടി തന്നെ നമ്മൾ ഒരു റാലി നടത്തുന്നുണ്ട്. മഴ വരുന്നതുകൊണ്ട് ടീച്ചർ നമുക്ക് ഫോണിൽ ചേരുന്ന കാര്യങ്ങൾ പറയാം. ഇതിന് ഔപചാരികമായ ഉദ്ഘാടനം ഞാനിപ്പോൾ നിർവഹിക്കുകയാണ്. എല്ലാവർക്കും പുനർദിനത്തിന്റെ ആശംസകൾ.
എന്നാ ക്ലാസ്സിലേക്ക് പോയാലോ? എന്നോടൊപ്പം വരും. ഇനി നമുക്ക് വായനാദിന അസംബ്ലിയുടെ കാഴ്ചകളിലേക്ക് പോകാം. എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ്. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി എസ്. പ്രധാന വാർത്തകൾ: 30 ലക്ഷം വാങ്ങി നീറ്റ് ചോദ്യ പേപ്പർ ചോർത്തി. കന്നി അംഗത്തിന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ. വായനയിലൂടെ ഡിജിറ്റൽ വായനയിലൂടെ വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്താൻ വേണ്ട പ്രതിജ്ഞകൾ. ഇന്ന് ജൂൺ 19 വായനാ ദിനം. 1996 മുതൽ കേരള സർക്കാർ ജൂൺ 15 വരെയുള്ള ഒരാഴ്ച വായന വാരമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു. നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പീൻമണത്തിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞോളൂ. എനിക്ക് പേര് കേട്ട ആലപ്പുഴ ജില്ലയിലെ പുതുവായിൽ നാരായണ പണ്ഡിറ്റ് ജനിച്ചു. 20-ാം വയസ്സിൽ മലയാളം ഹയർ പരീക്ഷ പാസ്സായ ശേഷം നീലംപേരൂർ മിഡിൽ സ്കൂളിൽ അധ്യാപകനായി. ഗ്രന്ഥശാലകൾ ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാകരുത് എന്ന സ്വപ്നം കണ്ട പീൻമണിക്കർ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അധ്വാനിച്ചു. മാധവിക്കുട്ടി ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാള സാഹിത്യകാരിയായിരുന്നു. ശ്രീമതി മാധവിക്കുട്ടി 1934 മാർച്ച് 31-ാം തീയതി ജനിച്ച ഇവർ 2009 മെയ് 31-ാം തീയതി മരണപ്പെട്ടു. പൂക്കുന്ന മരങ്ങൾ ഇനി ഉറങ്ങട്ടെ. മതിലുകൾ എൻ്റെ ലോകം. ഈ വായനാ ദിനത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അയ്മനം ഗ്രാമപഞ്ചായത്തിലെ ഒരു സ്കൂൾ എന്ന നിലയിൽ അയ്മനത്തെ വേരുകൾ എന്ന ലോക പ്രശസ്ത സാഹിത്യകാരി ശ്രീമതി അരുന്ധതി റോയെ മറക്കാനാവില്ല. മാൻബുക്കർ സമ്മാനത്തിന് അർഹതയായ ആദ്യ ഇന്ത്യൻ വനിതയാണ് ശ്രീമതി അരുന്ധതി റോയ്. വായന വായന വായനയിൽ അക്ഷരമധുരം നുണഞ്ഞിടാം. വായന വായന വായനയിൽ അറിവിൻ ലോകത്തെത്തിടാം. വായന വായന വായനയിൽ വാതോരാതെ വായിക്കാം. വായന വായന വായനയിൽ വായിച്ചെന്നും മുന്നേറാം.